ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തിരിച്ചു വന്ന ബാലചന്ദ്രൻ്റെയും അലീനയുടെയും കൃഷ്ണമോളുടെയൊക്കെ നിലപാടുകൾ ശക്തമാട്ടോ. എന്തായാലും വലിയ പരാജയം ഏറ്റുവാങ്ങിയ വൈജയന്തിനെയാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നും അത് തന്നെയാണ്. തിരിച്ചു വന്നത് വലിയൊരു ഷോക്കായി പോവുകയാണ് വൈജയന്തിക്ക്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ മര്യാദയ്ക്ക് ഇവളുടെ ഒരു അമ്മയെപ്പോലെ, സ്വന്തം മോളെ പോലെ ഇവളെ കണ്ട് നീ ഇടപെട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം വലിയ പരാജയത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അത് വെല്ലുവിളിയായി ഏറ്റെടുക്കുന്ന വൈജയന്തിനെയാണ് കാണുന്നത് ഇന്നത്തെ എപ്പിസോഡ്. എന്നിട്ട് നാളെ കാണാൻ പോകുന്നത് മാക്സിമം എന്ത് ചെയ്യണമെന്നറിയാം പരാജയം സമ്മതിക്കാൻ കഴിയാതെ നിൽക്കുന്ന വൈജയന്തി തൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് സങ്കടങ്ങൾ പറയാം കേട്ടോ. ഇതിനിടയിൽ ബബിതയും രോഹിത്തിനെയൊക്കെ വിളിച്ച് ബാലചന്ദ്രൻ ഒരു വലിയൊരു ശകാരമൊക്കെ നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അതിനുശേഷം നാളത്തെ എപ്പിസോഡിൽ അലീനയെ അടുത്ത് വിളിച്ചതിന് ശേഷം പറയാണ്, എല്ലാവരോടുമായിട്ട് പറയാണ്. ആ സമയത്ത് വൈജയന്തിയും രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷ്ണമോൾക്ക് ഏകദേശം എല്ലാം അറിയാമല്ലോ, എങ്കിലും എല്ലാവരുടെ മുൻപിൽ വെച്ച് പറയാണ്, അലീന ഇനി മുതൽ ഇവിടുത്തെ ജോലിക്കാരിയോ കൂലിക്കാരിയോ ഒന്നുമല്ല, മറിച്ച് ഇനി മുതൽ ഇവൾ എൻ്റെ മോളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അതേ സ്നേഹവും വാത്സല്യവും അധികാരവും ഇവക്കും ഇനി ഇവിടെ കാണുമെന്നും അതിനെതിരെ അത് കണ്ട് എല്ലാവരും അലീനയുടെ ഇടപെടണമെന്നും ഒരു ഉപദേശം കൊടുക്കുകയാണ്. അതിനിടയിൽ ബബിതയോട് പറയുന്നുണ്ട്, ബബിതയും രോഹിതനും പറയുന്നത്, ഇനി നിങ്ങൾ ഇവളെ വിളിക്കേണ്ടത് അലീന എന്നല്ല, മറിച്ച് ചേച്ചി എന്ന് വിളിക്കണം എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേട്ടു നിൽക്കുന്ന നമ്മുടെ വൈജയന്തിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയത്തില്ലാതെ നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് തൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി തൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് പരാതികൾ പറയുകയും കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന വൈജയന്തിനെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന. അവൻ എന്നിട്ട് പറയുകയാണ്, ബാലചന്ദ്രൻ ഇപ്പം എന്നെക്കാളും എൻ്റെ മക്കളെക്കാളൊക്കെ അലീനയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യം മുതലേ പറഞ്ഞതല്ലേ എനിക്കൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് ഞാൻ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞതല്ലേ. എൻ്റെ മൂന്നാങ്ങളമാരും എൻ്റെ അച്ഛനും അമ്മയും കൂടിയല്ലേ ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. ഇപ്പോഴും എങ്ങനെയായി? എൻ്റെ ജീവിതം നശിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ ശ്രമിക്കുന്ന വൈജയന്തിനെ കാണാം. പക്ഷെ കരയുവാൻ തനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം പക മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വൈജയന്തി പുതിയ തീരുമാനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനിടയിൽ മുത്തശ്ശി ഉപദേശിക്കുവാൻ, അല്ലെങ്കിൽ തൻ്റെ അമ്മ ഉപദേശിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിന്റെ തെറ്റുകളും നിന്റെ കുറ്റങ്ങളും ഇല്ലാത്ത ഒരു സ്ത്രീയല്ലല്ലോ നീ ക്ഷമിക്കുവാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ വൈജയന്തി പക മനസ്സിൽ പിരിക്കുകയും അങ്ങനെ അലീനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഒടുവിൽ ഒരു വെല്ലുവിളിയായിട്ട് ബാലചന്ദ്രനോടും അലീനയോടും ഒരു വെല്ലുവിളിയായിട്ട് മുൻപോട്ട് ജീവിതം ഇവിടെ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ അവിടെ തന്നെ നിന്ന് വെല്ലുവിളിച്ച് പോരാടുവാൻ ശ്രമിക്കുന്ന വൈജയന്തിനെയൊക്കെയായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന. അതിനിടയിൽ വൈജയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടാകുന്ന കൃഷ്ണമോളുടെ ഈ വരവ്, കൃഷ്ണമോൾ അച്ഛൻ്റെ കൂടെ പോയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ തന്നോട് വെറുപ്പോടു കൂടി നോക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും, അതുപോലെ അലീനയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അലീനയ്ക്കൊപ്പം നിൽക്കുകയും ഒരു ചേച്ചിയെപ്പോലെ അല്ലെങ്കിൽ തന്നെ ഒരു അമ്മയെപ്പോലെ അലീനയെ കാണുകയൊക്കെ ചെയ്യുന്നത് വൈജയന്തിക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും അലീനയ്ക്ക് വലിയ ആശ്വാസമായി കൃഷ്ണമോളുടെ സാമീപ്യം, അല്ലെങ്കിൽ കൃഷ്ണമോളുടെ കൂടെയുള്ള ആ നടപ്പൊക്കെ അലീനയ്ക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നുണ്ട്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.